പോരാട്ടത്തിന് CPM എം സ്വരാജ് LDFന്റെ സ്ഥാനാർത്ഥി വലിയ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ഉണ്ടാക്കാനാവും. അപ്പോതി മനസ്സിലിരിക്കുള്ളൂ. PS അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞയാളാണ് സ്വരാജ്. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കറിയാൻ മറന്നുണ്ടാവുന്നു. BSനെ ഇഷ്ടപ്പെടുന്ന CPMലെ നല്ല മനസ്സുള്ള മനുഷ്യന്റെ ഹൃദയത്തിലേക്കും ഈ തീക്കനൽ കൊരിയിട്ടു. അഹങ്കാരത്തിന് അല്ലെ കയ്യും കാലും വെച്ചാൽ എങ്ങനെ ഇരിക്കും? അതാണ് എം സ്വരാജ്. സ്വരാജ് VS അച്യുതാനന്ദനെ എത്രത്തോളം അവഹേളിച്ചിട്ടുണ്ടെന്ന് നോക്കണം. VS അച്യുതാനന്ദൻ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ്. പിതൃശൂന്യൻ എന്നാണ് വിളിച്ചിട്ടുള്ളത്. അതന്നത്തെ ചോരത്തിളപ്പിന് സ്വരാജിന്റെ പ്രായം ഇവിടെ നിൽക്കുന്നു. ഈ ചെക്കനാണോ VS അച്യുതാനന്ദനെ പോലുള്ള ഒരു നേതാവിനെ ഇത്രത്തോളം അവഹേളിച്ചു വിട്ടിട്ടുള്ളത്? എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. പിണറായി ഭക്തി മൂത്ത് VSനെ എത്രത്തോളം നീചമായ നികൃഷ്ടമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സംസാരിച്ച് പിണറായിയുടെ പ്രീതി നേടിയെടുക്കുകയാണ് ചെയ്തത്. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. അങ്ങനെ VS അച്യുതാനന്ദനെ പറയാൻ ഇനി ബാക്കിയില്ലല്ലോ പിണറായി ഭക്തിയിലൂടെ. എന്തിനുള്ള പുറപ്പാടാണ്ടോ? ഇനിയിപ്പോ പിണറായിയുടെ കൈകൊണ്ട് തന്നെ മിക്കവാറും ഉദകക്രിയ നടക്കുന്ന ലക്ഷണമാണ് കാണുന്നത്. വളർത്തിയതും കൊല്ലുന്നതും എല്ലാം പിണറായി തന്നെ ആയി മാറുമെന്ന് തോന്നുന്നു. കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ. കാരണം പിണറായിയോടുള്ള ഭക്തിമൂത്ത് ഇതെല്ലാം പറഞ്ഞു കൈപിടിച്ച് കൊണ്ടുവന്നു. മരുമകന് വേണ്ടി പിണറായി ഇവിടെ സംഹരിക്കാനും പോവുകയാണ്. അതിനുവേണ്ടി തന്നെയാണ് കൊണ്ടുപോയി നിലമ്പൂരിൽ മത്സരിക്കാൻ നിർത്തിയത്. അവൻ കൈന്നിട്ട് പറഞ്ഞതാ. അല്ലാണ്ട് പിണറായി വിജയന്റെയോ N മാധവൻകുട്ടിയുടെയോ M സ്വരാജിന്റെയോ പടം വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും CPM വോട്ട് ചെയ്യുന്നു തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. സ്വരാജ് പറഞ്ഞ പോലെ അദ്ദേഹം ഒറ്റുകാരന് ചതിയനും വേണ്ടി ഇതൊക്കെ സ്വരാജ് സ്വന്തമായിട്ട് പറഞ്ഞാണെന്നോ നികേഷ് തോന്നണേ? ഇതൊക്കെ ഇയാൾ പറയിപ്പിക്കുന്നതാണ് ഈ പിണറായി വിജയൻ. എന്നിട്ട് ഇപ്പൊ കുറ്റം മൊത്തം എനിക്ക് ഒറ്റുകാരനും ചതിയനും കുടിലനുമായ നേതാവ് പിണറായി വിജയനാണ്. ഈ പറഞ്ഞു പറയിപ്പിക്കുന്നതാണ് ഇതുപോലുള്ള ഈ ഡിങ്കിരി വാലന്മാരെ കൊണ്ട്. ചാടിക്കളിയടാ കുഞ്ചിരാമ എന്ന് പറയുമ്പോ ചാടി കളിക്കുന്ന ഒരു കുട്ടിക്കുരങ്ങനാണ് ഈ സ്വരാജ്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എനിക്ക് എന്ത് പോന്നവാസവും പറയാം. കൊല്ലം 10-20 ആയില്ലേ അതൊക്കെ കഴിഞ്ഞിട്ട്? ഇനിയെങ്കിലും അവൻ അവസാനിപ്പിച്ചൂടെ? പഴയതൊക്കെ മറന്നൂടെ? ഈ VS അച്യുതാനന്ദൻ M സ്വരാജ് അല്ല, അവന്റെ അച്ഛൻ വള്ളി റിക്രൂട്ട് നടക്കുന്ന കാലത്ത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ്. ഒരു കയ്യബദ്ധം നാട്ടിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആളാണ്. ആ VS അച്യുതാനന്ദനെ പുറത്താക്കാൻ ഇനി സ്വരാജാണ് വരുന്നത്. നല്ല കാര്യമായി. ഇതിങ്ങനെ തുടരാനാണ് ഭാവമെങ്കിൽ 1-5 തിരിച്ചു നൽകുന്ന പാർട്ടിയാണ് എന്റേതെന്ന് അറിയാമല്ലോ. എന്റെ ഒറ്റ ഫോൺ കോൾ മതി, നമ്മുടെ പിള്ളേരൊക്കെ എത്തും. ഈ പിണറായി വിജയനും സ്വരാജും കൂടി അച്യുതാനന്ദനെ ഇനി പട്ടിക്കിട്ട് കൊടുക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. നമ്മളൊന്നും തിരിച്ചു പറയില്ല ഈ കലിപ്പൊക്കെ. സ്വരാജ് എന്താ ഉദ്ദേശിച്ചത് സ്വരാജിന് മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഇവനെ പോലെയുള്ള കുരങ്ങന്മാര് കൊജ്ഞാണന്മാരാണ് ഈ പാർട്ടിയുടെ കുഴി തോണ്ടുന്നത്. എല്ലാവരുടെ മുന്നിൽ വെച്ച് കളിയാക്കലാണോ? മറ്റൊരു കുരങ്ങനാണ് ഈ സ്വരാജ്. മനുഷ്യൻ കുരങ്ങൻ പരിണമിച്ച് മനുഷ്യണ്ടായതായിട്ടേ മനുഷ്യൻ പരിണമിച്ച് കുരങ്ങനായവനാണ് സ്വരാജ്. നാണക്കേടായി നാട്ടിലും വീട്ടിലും. ഞാൻ പറയുന്നത്, നിങ്ങൾ വിളിക്കുന്ന ഏത് ചർച്ചയിലും കുറച്ച് മുൻകൂട്ടി അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റുഡിയോയിൽ വന്ന് പങ്കെടുക്കാൻ ഞാൻ തയ്യാറാണ്. ശ്രീ ജയശങ്കറെ നിങ്ങൾ വിളിക്കൂ. കിട്ടിയ നീ എന്നെ ഓലത്തോടാ ചെങ്കലം മാത്രം. താങ്കളുടെ വികാരം മനസ്സിലാക്കുന്നു. ജയശങ്കർ എന്തെങ്കിലും പറയാൻ? അല്ല, ഞാനിവിടെ ഉത്തമ വിശ്വാസത്തോട്ടാണ് പറഞ്ഞതിൽ എനിക്ക് യാതൊരു പശ്ചാത്താപവും ഇല്ല. അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ട ഏറ്റവും ഉചിതമായിട്ടുള്ള വാക്കുകൾ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചത്. ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ച സ്വരാജിന് വലിയൊരു ജനക്കൂട്ടത്തിന് മുമ്പിൽ വെച്ച് തന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് VS മറുപടി കൊടുക്കുന്നുണ്ട്. VS അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തണം എന്നുള്ള തരത്തിൽ ക്രൂശിക്കാനുള്ള മുദ്രാവാക്യങ്ങൾ ഇന്ന് വിളിക്കുന്നുണ്ട്. അത് നമ്മളെ ഉദ്ദേശിച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ, 43-ൽ കയ്യൂർ കൃഷിക്കാരവരുടെ പാട്ടമാര സമ്പ്രദായങ്ങൾ കുറയ്ക്കുന്നതിനും നിലത്തിൽ സ്ഥിരാവകാശം കിട്ടുന്നതിനും വേണ്ടി പോരാടിയതിന്റെ ഫലമായി 4 കൃഷിക്കാരുടെ യുവാക്കളെയാണ് തൂക്കുമരമേറ്റിയത്. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. തൂക്കുകയറും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നേരിട്ട ഞങ്ങളെ ഇപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് വിലപ്പോകില്ലെന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്.
ഒന്ന് പേടിപ്പിച്ച് വിട്ടാ മതി, ഞാൻ ശരിയായിക്കോളൂ. മിണ്ടരുത്. എടാ കൊറേ കാലമായി നിന്നെ ഞാൻ സഹിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇറങ്ങാൻ നിങ്ങൾ എന്താ വലിയ ചില്ലിത്തേക്കിട്ട് പോകുന്നു.